എത്ര മഹത്വം കൊടുത്താലും മതി വരത്തില്ല. ഈ പ്രിയപ്പെട്ടവൻ എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ, ഈ പ്രിയപ്പെട്ടവൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകണം. ആരെന്നോ എന്തെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഫോൺ കോളിൽ മാത്രമാണ് ഈ പ്രിയപ്പെട്ടവനെ ഞാൻ പരിചയപ്പെട്ടത്. കേട്ടല്ലോ, കണ്ണുനീരിന് മറികടന്നു പോകാത്ത സ്വർഗം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദർശനത്തിന് അവധി വെച്ചെങ്കിൽ അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുവാൻ കർത്താവ് മതിയായവനാ. ഈ നല്ല പകലിൽ കേട്ടല്ലോ, എൻ്റെ കുഞ്ഞിന് പഠിക്കുവാനുള്ള എല്ലാ ഫീസും സ്വർഗം കരുതി. സ്തോത്രം. ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടോ ഇല്ലയോ എന്ന് നാം തിരിച്ചറിയേണ്ടത്. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഹബക്കുക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഹബക്കുക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നിന്റെ ദർശനത്തിന് ഒരു അവധി ദൈവം വച്ചിരിക്കുന്നു. കൈവച്ചോണേ അവിടെ. സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം അവധി വച്ചത്? നീ ആകേണ്ടുന്ന വിധം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിന്നെ മാറ്റിയെടുക്കണമെങ്കിൽ അല്പസമയം വേണം ദൈവത്തിന്. സ്തോത്രം. കാരണം ലോകമോഹത്തിൽ നീ വിരഞ്ഞോടിയ നാളുകൾ ഇപ്പോഴും നിന്റെ മുമ്പിൽ പ്രതീക്ഷയായി കിടക്കുന്നുണ്ട്. അത് വിട്ട് തിരിയാത്തടത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ലോകമോഹത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നോക്കി ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കാലം വരെയും കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നീ എത്തിച്ചേർന്നു എന്ന് കാണുമ്പോൾ എണ്ണമില്ലാത്ത നന്മകൾ കൊണ്ട് കൂട്ടുകാരിൽ പരമായി നിറച്ചു നിന്നെ മാനിപ്പാൻ എൻ്റെ അപ്പൻ മനസ്സുള്ളവനായ നിനക്കൊരു ദർശനം തന്നത്. ആ ദർശനത്തിന്റെ പൂർണ്ണത വരാൻ താമസിക്കുന്നു എന്നോർത്ത് നിരാശപ്പെടാതെ അത് വരും എന്നുള്ള ഉറപ്പോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരൊക്കെ നിന്റെ ആഗ്രഹത്തെ തടയുമെന്ന് പറഞ്ഞാലും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇനി ഒരിക്കലും മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞാലും, നിന്റെ കുടുംബത്തിനകത്തെ സന്തോഷം ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാലും, നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ സന്തതിക്ക് ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാലും, വ്യക്തമായി പറയട്ടെ, നീ ആശ്രയിച്ചത് സർവശക്തനായ ദൈവത്തിങ്കെങ്കിൽ, നീ ചോദിച്ചത് ദൈവത്തോടാണെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, വ്യക്തമായി ഈ പകൽക്കാലം പറയട്ടെ, അവന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങളെ കുറ്റം പറഞ്ഞവരും, നിങ്ങളെ പരിഹസിച്ചവരും, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരും, നിങ്ങളെ മാറ്റി നിർത്തിയവരും നിങ്ങളെ തേടി വരുന്നൊരു ദിവസമുണ്ടാകും. കുഞ്ഞെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ ഇരിക്കത്തില്ല. ആരൊക്കെ നിങ്ങളെ മറന്നെന്ന് വന്നാലും നീ ആശ്രയിച്ച ദൈവം നിന്നെ മറന്ന് കളയത്തില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന നീ ഒരിക്കലും ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറയുന്നവരെ വാക്ക് കേൾക്കരുത്. അവിടെ ഇവിടെ വീണ് കിടക്കുന്നവരെ കണ്ടിട്ട് നീ വീഴുമെന്ന് വിശ്വസിക്കരുത്. നിന്നെ നിർത്തിയത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അന്ത്യത്തോളം സ്വർഗം നിന്നെ നിർത്തും. നീ ആഗ്രഹിക്കുന്നതിന് ചിന്തിക്കുന്ന നിനക്കുന്നതിലും ഉപരിയായി സ്വർഗം നിന്നെ ദേശത്തിന് മധ്യത്തിൽ ഉയർത്തി മാനിക്കും. പക്ഷേ നിന്റെ താഴ്ചയിൽ നീ മനുഷ്യനെ നോക്കാതെ ദൈവത്തെ നോക്കണം. സ്വത്രം. നിന്റെ വീഴ്ചയിൽ നീ ദൈവത്തിൽ ആശ്രയിക്കണം. നിന്റെ ഉയർച്ചയിൽ ദൈവസന്നിധി താഴണം. ഹല്ലേലൂയ പറയെങ്കിൽ പറ. സ്വത്രം. നോക്കെ, വ്യക്തമായി പറയട്ടെ, മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളും ലോകത്തിലാണ്. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ ചിന്തയും വിചാരം നിന്നെ കുറിച്ചാണ്. സ്തോത്രം. നീയോ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിന്നിൽ
പുകഴാൻ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ലോകത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവം പറയുന്ന കേട്ട് അനുസരിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 5-4 പറയുന്നത്, സ്വത്രം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സ്വത്രം നോക്ക്, നിന്റെ ദർശനത്തിന്റെ പൂർണ്ണത പലപ്പോഴും വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് പിശാച് ഒന്നു മാറി കുടുംബത്തിനകത്തും തലമുറയുടെ ഭാവിയുടെ മേഖലയിലും ജീവിതത്തിന്റെ തലങ്ങളിലുമൊക്കെ പ്രതികൂലങ്ങൾ കൊണ്ടിട്ട് നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ അവൻ ശ്രമിക്കുമ്പോൾ, കുഞ്ഞ്, നീ കണ്ടത് കർത്താവിനെയാണെങ്കിൽ, നീ ആശ്രയിച്ച ദൈവത്തെയാണെങ്കിൽ, വിശ്വസിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ അത് നീ കാണും. അത് കാണാതെ ഇരിക്കത്തില്ല. പക്ഷേ അത് കാണിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പിശാച് നിന്നോട് പോരാടിക്കൊണ്ടേയിരിക്കും. എന്നാൽ മത്തായി 5:8 പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്വത്രം, അവർ ലോകത്തെ കാണുമെന്നല്ല, അവർ പണത്തെ കാണുമെന്നല്ല, പാസ്റ്ററെ കാണുമെന്നല്ല, വിശ്വാസിയെ കാണുമെന്നല്ല, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ടാൽ അവരുടെ കണ്ണ് മങ്ങത്തില്ല. സ്വത്രം ശോഭയുള്ളതായിത്തീരും. അവർ ദൈവത്തിന് മഹത്വമുള്ളവരായി മാറും. അവർ ലോകത്തിന് വെളിച്ചമായി തീരും. പക്ഷെ നമുക്ക് എന്ത് കഴിയത്തില്ല. നമ്മൾ ലോകത്തിൽ എന്തൊക്കെ കാണാൻ ശ്രമിച്ചാലും നമ്മൾ ആരെ കാണാൻ ശ്രമിക്കത്തില്ല? ദൈവത്തെ കാണാൻ ശ്രമിക്കത്തില്ല. കാരണം ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് കേൾക്കണം. ദൈവം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് തരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജീവിത യാത്രയിൽ പലപ്പോഴും നാം തകർന്നു പോകുന്നത് താൽക്കാലിക ലാഭങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി, ജീവിതത്തെ ബലി കഴിക്കാൻ വേണ്ടി അപ്പനെ മറന്ന്, അമ്മയെ മറന്ന്, മക്കളെ മറന്ന്, കുടുംബത്തെ മറന്ന്, കൂട്ടുബന്ധങ്ങൾ മറന്ന്, ഇഷ്ടമല്ലാത്തതിന്റെ പുറകെ അല്ല, ഇഷ്ടപ്പെട്ടതിന്റെ പുറകെ ഇഷ്ടമുള്ളതെല്ലാം വിട്ട് ഇറങ്ങിപ്പോകുക. സ്വത്രം, ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, കൂടെ നിന്നവരും കൂട്ടുവന്നവരും കൂട്ടുനിന്നവരും കൈയടിച്ചവരും എല്ലാം തള്ളിക്കളയുമ്പോഴേ അറിയത്തുള്ളൂ, അന്ന് പാസ്റ്റർ പറഞ്ഞത്, അന്ന് എൻ്റെ അപ്പൻ പറഞ്ഞത്, അന്ന് എൻ്റെ അമ്മ പറഞ്ഞത് എത്രയോ ശരിയായിരുന്നു. പക്ഷെ ഞാൻ അന്നത് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചിന്തിക്കണമെന്നാ ഈ പഴമക്കാർ പറയുന്നത്. ഒറ്റ ചിന്തയ്ക്ക് എടുത്തിയാടിയാൽ ഒടുവിൽ വീട് കിടക്കുമ്പോൾ താങ്ങിയെടുക്കാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് ചാടണോ ചാടണ്ടെന്നൊന്നും ആലോചിച്ചിട്ടേ ചാടാവുള്ളൂ. ജീവിതം പലപ്പോഴും നാം ചിന്തയില്ലാതെ എടുത്തു ചാടുന്നുകൊണ്ട് പറ്റുന്ന പരാജയങ്ങൾ ചെറുതൊന്നുമല്ല. കൂടപ്പറപ്പുകളെ, ഈ ലോകത്തിൻ്റെ നല്ലൊരു ശതമാനവും ഞാൻ കണ്ടവനാണ്. സ്വത്രം, ഈ ലോകത്തിലെ നല്ലൊരു ശതമാനം ധനാട്യന്മാരെയും പ്രമാണിമാരെയും പ്രഭുക്കന്മാരെയും, എന്തിനു പറയുന്നത്, ദരിദ്രന്മാരെയും എല്ലാം കണ്ട് അവരോട് കൂടെ ഈ 10-37 വർഷമായി നന്നായി ഇടപഴകിയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഞാൻ കണ്ട ഒരു സത്യമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ, ഞാൻ സമാധാനത്തോടെ ആയിരിക്കുന്നു, ഞാൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ബാക്കി എല്ലാവർക്കും പറയാനുള്ള കാരണമുണ്ട്. എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു സഹോദര, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയുമില്ല. ഒന്നും മാറുമ്പോൾ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ആഞ്ഞടിക്കുക. ജീവിക്കണമോ മരിക്കണമോ എന്നെനിക്ക് ചിന്തയില്ല. എനിക്കറിയത്തില്ല ഇപ്പോഴെന്തായി തീരുമെന്ന്. കുഞ്ഞേ, നിനക്ക് നിന്നെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ നിന്നെക്കുറിച്ച് ദൈവത്തിനറിയാം. സ്വത്രം, നിനക്ക് നിന്റെ ഭാവി എങ്ങനെ കൊണ്ടുപോകണമെന്ന് പലപ്പോഴും നീ അറിയാതെ തപ്പിത്തടയുമ്പോൾ, സ്വത്രം, കർത്താവ് പറയും, മോനെ, ഞാൻ പറയുന്ന അനുസരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടുന്ന എല്ലാം തന്നു നിറയ്ക്കാം. സ്വത്രം, എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെ ഒന്ന് വായിക്കാമോ? എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ നിലയിലും തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് അവൻ അനുഗ്രഹങ്ങളെ വർഷിപ്പിച്ചു കൊടുക്കും. വായിച്ചേ. എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായം 4-7. കരുണാസമ്പന്നനായ ദൈവമോ. അപ്പൊ നോക്ക്, ദൈവം ആരാണ്? കരുണയുള്ളവനാ. സ്വത്രം, കടിച്ചുകുറ നിൽക്കുന്നവനല്ല. സ്വത്രം, ഇപ്പൊ നിന്നെ തകർക്കും, ഇപ്പൊ നിന്നെ മുടിക്കും, ഇപ്പൊ നിന്നെ ഇല്ലാതാക്കും. 2 പല്ലും, തേറ്റ പല്ലും, 2 ഉണ്ട കണ്ണും, കൈ നിറച്ച നഖവും. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ.
നമ്മുടെ യേശുവിന് അങ്ങനൊന്നും ഇല്ലല്ലോ. സ്വത്രം. എന്നിട്ടും നമുക്കിഷ്ടം ആരെയാ? ഈ പിയായിനെയാ. തേജോമയനായ ദൈവത്തെ നമുക്ക് ഇഷ്ടപ്പെടാനും ആ ദൈവത്തെ ഭയപ്പെടാനും നമുക്ക് മനസ്സില്ല. തല ചതഞ്ഞ ഒന്നും പറ്റാത്ത പിയായിനെ നമുക്ക് പേടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു തേജോമയനായ ദൈവമെന്ന്. സ്വന്തം തേജോമയനായ ദൈവം. ഏത് മനുഷ്യനും ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ദൈവം. ആ ദൈവത്തെ നമുക്ക് ഭയവുമില്ല, ആ ദൈവത്തിൽ നമുക്ക് വിശ്വാസവുമില്ല. നമുക്ക് പിന്നെ എന്താണ് വിശ്വാസം? ഇന്നലെ മേരിക്കുട്ടി പറഞ്ഞു അവിടെ ഇരിക്കുന്ന ആ മലയുടെ മേളിൽ ഇരിക്കുന്ന വിളിച്ചോ വെളിപ്പുറത്ത് വരും, അടിച്ചോ തിരിച്ചടിക്കും, അവിടെ പോ. നമ്മളില്ലാത്ത പൈസ ഒപ്പിച്ച് സ്വത്രം ഉള്ള മുടി വെട്ടിക്കളഞ്ഞ് ഉള്ളെങ്കിൽ വടിച്ചു കളഞ്ഞ് സ്വത്രം ഇനി നല്ല മുണ്ടെടുക്കുവോ? ഇല്ല. സ്വത്രം പിന്നെ പോകുന്ന കോലമൊന്നും പറയണ്ട. ഈറനണിഞ്ഞ് എല്ലാം കാണിച്ചുകൊണ്ട് ഭഗവാനേ സോട്ട പിശാച് പോട്ട്. സ്വത്രം നമ്മൾ നടക്കുക. എൻ്റെ ദൈവം നിന്റെ നഗ്നത കാണാൻ ഇരിക്കുന്നവനല്ല. സ്വത്രം എൻ്റെ ദൈവം നിന്റെ നഗ്നതയൊക്കെ സുഖിക്കുന്നവനല്ല. നിന്റെ കണ്ണുനീര് കണ്ട് നിന്നോടുകൂടെ കരയുന്നവനാ. നിന്റെ ഒറ്റപ്പെടൽ കണ്ടിട്ട് നിന്നോടുകൂടെ ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്നവനാ. നിന്റെ കലവറയ്ക്കത്തെ ശൂന്യം കണ്ടിട്ട് നിറയ്ക്കുന്നവനാ എൻ്റെ ദൈവം. ആ ദൈവത്തെ ഭയപ്പെടാതെ സ്വത്രം വേഷം കെട്ടി കോലം കെട്ടി ലോകയുടെ മുമ്പാകെ പരസ്യക്കോലമാക്കി നിന്നെ മാറ്റുന്ന ലോകത്തിന് പിശാചിന്റെ മുമ്പിൽ ചെന്നിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് കമന്ന് വീഴാതെ ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ, തേജസ്സുള്ള ദൈവത്തെ, പറഞ്ഞാൽ കേൾക്കുന്ന ദൈവത്തെ, നിന്റെ കുറവുകൾ ക്ഷമിക്കുന്ന ദൈവത്തെ, നിന്നെ താഴ്ചയിൽ നിന്ന് ഉയർത്താമെന്ന് പറഞ്ഞ ദൈവത്തെ നീ ആരാധിക്കും. ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ സേവിക്ക്, നീ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിന്റെ പോക്കറ്റ് ശൂന്യമായിരിക്കും, നിന്റെ ബാങ്കിലൊന്നുമില്ലായിരിക്കും, നിന്റെ കലവറയ്ക്കകത്ത് നിന്റെ കലത്തിനകത്ത് ഒരു പിടി അരി പോലും പലപ്പോൾ ഇല്ലായിരിക്കും. നിന്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കുന്നത് എങ്ങനെയാ? നാളെ ഇന്റർവ്യൂവിന് പോകണം എങ്ങനെയാ? അച്ചായന് മരുന്ന് വാങ്ങണം എങ്ങനെയാ? ഈ ചോദ്യങ്ങളുമായി നീ വിലപിക്കുമ്പോൾ കുഞ്ഞെ മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത്. ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കരഞ്ഞു നോക്ക്, ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി നോക്ക്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നീ കാണാത്ത ഇടത്തു നിന്നും നിനക്ക് വേണ്ടി മറുപടിയുമായി വരും. നീ അനുഭവിച്ചിട്ടില്ലാത്ത, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി അവൻ ഒരുക്കും. അതാ എന്റെ കർത്താവ്. സ്വത്രം വാനഗോളങ്ങൾ താണ്ടി കോടാനകോടി മൈലുകൾക്കപ്പുറത്ത് സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങൾ കടന്നു പോയവൻ ഇവിടെ ഇരുന്ന് നീ ഒരു തുള്ളി കണ്ണുനൊഴിക്കാൻ നിന്റെ അടുക്കൽ വരുന്നൊരു ആവശ്യത്തിനായി. ഇതാ യേശു കർത്താവ്. ആ കർത്താവിന് നമുക്ക് വിശ്വാസമില്ല. സ്വത്രം ആ കർത്താവിന് സനി ഒന്ന് കരയാൻ നമുക്ക് സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. ഇപ്പൊ ആരാ പ്രാർത്ഥിക്കുന്നറിയാമോ? സ്വത്രം പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ചോ. സ്വത്രം സിസ്റ്ററെ, അച്ഛയ, പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്നോടുകൂടെ പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ പ്രാർത്ഥിക്കണം, ദൈവം തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ട് പാസ്റ്ററെ. എന്തോന്ന് വിശ്വാസം? പാസ് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. സ്തോത്രം. ബൈബിൾ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? നിങ്ങൾ ഭൂമിയിൽ 2 പേര് ഐക്യമത്യപ്പെട്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാൻ എന്നോട് കർത്താവ് പറഞ്ഞു. പക്ഷെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് കിട്ടത്തില്ല. അവസാനം എന്താ പറയും? അങ്ങേർക്ക് കൃപയൊന്നുമില്ലെന്നേ. ഇന്നോളം അവിടെ വന്ന പാസ്റ്റല്ലേ തെള്ളിയിടും.
സ്വത്രം. അദ്ദേഹത്തിൻ്റെ വായിന്ന് വരുന്ന അന്യഭാഷയുണ്ടല്ലോ, അത് ഇയാൾക്കൊന്നും ഇല്ലെന്നേ. ഇയാൾ 2 വാക്ക് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അന്ന് വന്ന പാസ്റ്റർ എന്തൊക്കെയാ പ്രാർത്ഥിച്ചതെന്നറിയാമോ? മാത്രമല്ല 4-ാം വേദം 3-ാം വേദം 16-ാം വേദത്തിൻ്റെ കെട്ടുണ്ടെന്നാ പറഞ്ഞത്. സ്വത്രം. അങ്ങനെ ഇന്നാള് കെട്ടിവെച്ചേക്കോന്നു പറഞ്ഞു. ഇയാൾക്കൊന്നും വെളിപ്പെട്ടില്ല. സ്വത്രം. എത്ര പേരെന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇത് പറയുന്നറിയാം. ഞാൻ പറയും, യേശു പോപിച്ചാചേ, നീ ഒരു ദൈവമാണ്, നിന്നെ കെട്ടാൻ ഒരു വ്യാനും കഴിയത്തില്ലെന്ന് ആദ്യം വിശ്വസിക്ക്. എന്നെ വീണ ചേച്ചി എപ്പോഴും വഴക്കുറയും, പക്ഷെ ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. പിന്നെ എന്നാ സംസാരിക്കേണ്ടത്? മോളെ, നാളുകളായി നിന്നെ വരിഞ്ഞു മുറുക്കി ബന്ധിച്ചു വെച്ചിരിക്കുന്ന കൊണപ്പെടാത്ത നിന്നെ എന്ത് ബന്ധിക്കാനാ? നീ ഇപ്പൊ കെട്ടിനകത്ത് കിടക്കുകയല്ലയോ? ഇപ്പൊ ഏതെങ്കിലും പാസ്റ്റർമാരുണ്ട്, അവരെ കൊണ്ട് അഴിപ്പിക്കാൻ നടക്കുക. എന്നാലും ദൈവത്തിന്റെ കൈ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തെ വിശ്വസിക്കത്തില്ല. അഴിച്ചിട്ട് ഓടാൻ നിൽക്കുക. നീ ദൈവത്തെ കളിപ്പിക്കാൻ ശ്രമിച്ച നിന്നെ ദൈവം കളിപ്പിക്കും. അല്ല, ദൈവം കളിപ്പിക്കപ്പെടത്തില്ല. നടത്തുന്ന വിധങ്ങളും കരുതുന്ന നന്മകളും ഓർത്ത് കാലിനെ വീഴ്ചെന്നും പ്രാണനെ മരണത്തുനിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ മഹത്തരമായ സ്നേഹത്തെ ഓർത്ത് നന്ദിയുള്ളവളായി ദൈവത്തെ പിൻപറ്റാൻ നീ ശ്രമിച്ചാണ്ടല്ലോ, നീ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഇല്ലാതെ നീ ആരെയെല്ലാം വിളിച്ച് എവിടെല്ലാം പൈസ കൊടുത്ത് നീ പ്രാർത്ഥിച്ച് കാര്യം നേടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാശ് കൊടുക്കുമ്പോൾ അല്പ കാര്യം കിട്ടും. അത് കഴിയുമ്പോൾ നിന്റെ കാര്യം പോക്കാ. സ്വത്രം. മക്കളെക്കുറിച്ച് സ്വപ്നമുണ്ട്, ദർശനമുണ്ട്. കൂട്ടാളിയെക്കുറിച്ച് സ്വപ്നമുണ്ട്, ദർശനമുണ്ട്. കുടുംബത്തെക്കുറിച്ച് സ്വപ്നമുണ്ട്, ദർശനമുണ്ട്. പക്ഷെ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ സർവശക്തനെ ആശ്രയിച്ചേ മതിയാകൂ. സർവശക്തനെ ആശ്രയിച്ചേ മതിയാകൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? വേറെ ആർക്കും ആകത്തില്ലയോ? സ്വത്രം. ഞാൻ അതിനൊരു കാര്യം പറയാം. സ്വത്രം. പണ്ട് ഞാൻ എൻ്റെ കൊച്ചുനാളിൽ കേട്ട ഒരു കാര്യമാണ്. കൊച്ചുനാൾ എന്ന് പറഞ്ഞാൽ അറിവുള്ളപ്പോൾ കേട്ടൊരു കാര്യമാണ്. സ്വത്രം. ഈ മന്ത്രവാദം ചെയ്ത് ചിലരെ നശിപ്പിക്കാനായിട്ട് വിടും. അവിടെ ചെല്ലുമ്പം അവർ തീയാണെങ്കിൽ സ്വത്രം ഈ പിശാച് തിരിച്ചു വന്ന് ചെയ്തവനെ നശിപ്പിക്കും. വിട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടും. അങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഞങ്ങളുടെ നാട്ടിലുണ്ട്. സ്വത്രം. എന്തിനാ കുഞ്ഞേ മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് നീ അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, അവൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, അവൻ ദൈവത്തെ ഉയർത്തുന്ന ദൈവ പൈതലാണെങ്കിൽ, ലോകത്തിന്റെ ഏതെല്ലാം നിലവാരത്തിൽ നീ അവനെ കെട്ടാൻ ശ്രമിച്ചാലും അവൻ കെട്ടപ്പെടത്തില്ല, നീ കെട്ടപ്പെടും. സ്വത്രം. അവൻ നിന്റെ മുമ്പിൽ തല ഉയർത്തും, നിന്റെ തല അവന്റെ മുമ്പിൽ കുനിയും. സ്വത്രം. ഒരു ചെറിയ അനുഭവം 2 മിനിറ്റ് പറഞ്ഞിട്ട് ശുശ്രൂഷിച്ചെങ്കിൽ പെട്ടെന്ന് വരാം. സ്വത്രം. എൻ്റെ ഒരു സ്നേഹിതന് ഒരു മകളുണ്ടായിരുന്നു. സ്വത്രം. അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരനുമായിട്ടങ്ങ് പരിചയപ്പെട്ടു. സ്വത്രം. അപ്പം പാസ്റ്റർ പറഞ്ഞു, മക്കളെ, നമുക്കത് പറ്റിയതല്ല, നമ്മൾ ദൈവമക്കളാണ്. അങ്ങനെ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ വിളിച്ചോണ്ട് വാ, നമുക്ക് സഭ അറിഞ്ഞ് അവനെ പിടിച്ച് സ്നാനപ്പെടുത്തി ഒരു ദൈവ പൈതലാക്കി അവൻ സഭയിൽ വരട്ടെ. നമുക്ക് നിൻ്റെ അപ്പനോടും അമ്മയോടൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ അങ്ങ് നടത്തി തരാം. സ്നേഹമുള്ളവനല്ലേ ചക്കരെ, മോളെ, പിന്നെ ഐസ്ക്രീം വേണോ, ഫലൂഡ വേണോ, പിന്നെന്തേ ഷവർമ വേണോ, ഷവായി വേണോ, ഒന്തി വേണോ, മന്തി വേണോ? അണ്ണ വേണോ? അണ്ണ എല്ലാം വാങ്ങിച്ചു കൊടുത്ത് പാസ്റ്റർ പറഞ്ഞു, മോളെ, അവന് ദൈവപൈതലാവാതെ പോയാൽ നിന്റെ ജീവിതം പോക്കാ. അത് മാത്രം പറ്റത്തില്ല. അവന് കള്ളടിക്കണം, അവന് കഞ്ചാവടിക്കണം, അവന് ലോകത്തിൽ പല പരിപാടിക്കും പോകണം. ഒരു സൈഡ് ബിസിനസ് പോലെ എവളും വേണം. സ്വത്രം. ഇങ്ങനെ കുറേ പെങ്കൊച്ചുങ്ങളും ആങ്കൊച്ചുങ്ങളും പെന്തിക്കോസുകാരൻ്റെ മക്കളും ഊതയ്ക്കുന്ന മക്കൾ വരെ വഴിതെറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലൈവ് പോകുന്നുണ്ടല്ലോ, റെക്കോർഡാവുന്നുണ്ടല്ലോ. ഓക്കെ. സ്വത്രം. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി അപ്പനെ മറന്ന്, അമ്മയെ മറന്ന്, ലോകത്തെ മറന്ന്, മുതിർന്നവരെ മറന്ന് ഓടുക. ഒടുവിൽ വീണ് കടന്ന് അയ്യം വിളിച്ചിട്ട്
ആരും സഹായിപ്പനല്ലാതെ ഒരു തുണ്ട് കയറിനകത്തും ഒരിത്തിരി വിഷത്തിനകത്തും ജീവിതം ഒതുക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി കരഞ്ഞു കരഞ്ഞിരുന്ന അമ്മച്ചി കേൾക്കുന്നത് എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. സ്വത്രം. എന്തുകൊണ്ടാണ് അമ്മച്ചി അത് കേൾക്കുന്നതെന്നറിയാമോ? മോള് പോയ നാള് മുതൽ അമ്മച്ചി കരയുകയാ. മോൻ പോയ നാള് മുതൽ അപ്പൻ വേദനപ്പെടുകയാ. എൻ്റെ കുഞ്ഞിനൊരു മാനസാന്തരമുണ്ടായി മടങ്ങി വന്നിരുന്നെങ്കിലെന്ന്. മുടിയമ്പുത്തന്റെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ കണ്ണുനീരാടി കുഞ്ഞെ നീ ആത്മഹത്യ ചെയ്യാതെ ഇരുന്നത്. ആ കണ്ണുനീരാ കുഞ്ഞെ നിന്നെ ലോകത്തിൽ പരസ്യക്കോലമാക്കാതിരുന്നത്. ആ അപ്പന്റെ അമ്മയുടെ കണ്ണുനീരിന്റെ മറുപടിയാ ആ ഉപദേശി പറഞ്ഞത്, മക്കളെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്ക്. സ്വത്രം. പിന്നെ അണ്ണൻ എനിക്ക് എന്തൊക്കെയാ തരുന്നതെന്നറിയാമോ? ഇന്നലെ വരെ അപ്പൻ കൊടുത്ത പാലും പഴവും നല്ല കാപ്പിയും ഒന്നും വേണ്ട. ഇപ്പൊ കിട്ടിയ ഒരു ഷവായിയുടെ പുറമെ പോവുക. ശാപം മനുഷ്യനെ കടന്നു പിടിച്ച് പാപത്തിന് അധീനരാക്കി ലോകത്തിൽ പരസ്യക്കൊലമാക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പെ സഹോദരങ്ങളെ, ദൈവമക്കളെ, മാതാവും പിതാവും പറയുന്നത് കേട്ടനുസരിച്ച് ദൈവഭയത്തോടെ നീ നിന്നാൽ നീ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്ന, നിനയ്ക്കുന്നത് ഉപരിയായി സ്വർഗ്ഗം നിന്നെ ഉയർത്തും. നീ ആഗ്രഹിച്ചത് ചെറുതാണെങ്കിൽ വലിയത് തന്ന് നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. സ്വത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാസ്റ്ററുടെ മോള് ഒരു ഹൈന്ദവ പയ്യനെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. സ്വത്രം. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. സ്വത്രം. ഞങ്ങളുടെയൊക്കെ മൊബൈൽ അതൊക്കെ വന്ന് ആ അപ്പൻ്റെ കരച്ചിൽ, ആ അമ്മയുടെ നിലവിളി, അവരും പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്തു കൊടുക്കുമായിരുന്നല്ലോ എന്ന്. സ്വത്രം. അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, കൂടപ്പറപ്പുകളെ വേണ്ട. ഇതിനെയൊക്കെ കൊണ്ടുപോകുന്ന ആരാന്നറിയാമോ? പിശാച. സ്വത്രം. പിശാച ഇവരെ വലിച്ചഴച്ചോണ്ട് പോകുന്നത്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നീ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ദൈവത്തിന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, സ്വത്രം, ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കാതെ കുഞ്ഞുങ്ങൾ പറയുന്നതിൻ്റെ പുറകെ തലയാട്ടും. ഒടുവിൽ ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റി കഴിയുമ്പം കുറ്റം മൊത്തം ആർക്കാന്നറിയാമോ? പാസ്റ്റർക്ക. സ്വത്രം. സ്വത്രം. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി വിളിച്ച് പറഞ്ഞ്, ആ പാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ അവിടെ പഠിക്കാൻ വിട്ടത്. സ്വത്രം. ആ പാസ്റ്റാണോ പഠിപ്പിക്കുന്നത്? സ്വത്രം. ആരാ പഠിപ്പിക്കുന്നത്? അപ്പനും അമ്മയല്ലേ പഠിപ്പിക്കുന്നത്. പിന്നെ പാസ്റ്റർക്ക് എന്തതിനകത്ത് ഭാഗം? സ്വത്രം. പാസ്റ്റർക്ക് എന്ത് ഭാഗം? ഇപ്പം കുറ്റം മൊത്തം ആർക്കാ? പാസ്റ്റർക്ക. കുഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴമുണ്ടല്ലോ, അത് ആർക്കും അളന്ന് തീർക്കാൻ കഴിയാത്തതാ. അങ്ങനെയാണെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് നിന്റെ കുഞ്ഞിനെ നീ വളർത്തിയെടുക്കണം. ശലോമോൻ തൻ്റെ ജ്ഞാനങ്ങളുടെ പുസ്തകത്തിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. വടിയെ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു? മക്കളെ സ്നേഹിക്കുന്നു. ഇപ്പം നമ്മുടെ മക്കളെ നമ്മളൊരു വടിയെടുത്ത് അടിച്ചാൽ ആ മക്കൾ അടി കൊണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയിരുന്ന് കരയുമോ? കരയുമോ? പറ, നിങ്ങൾ പറ. ഓ, ഒന്നും കേൾക്കുന്നില്ലെന്നേ. ഒന്ന് ഉറച്ചു പറയും. മൈക്കൊന്ന് കേൾക്കട്ടെ. ഇതൊക്കെ ഒന്ന് ലോകം ഒന്ന് കേൾക്കട്ടെ. എവിടെ? കൈയിരിക്കുന്ന പത്തലാണെങ്കിൽ പത്തെടുത്ത് അമ്മയുടെ മണ്ടയ്ക്കടിക്കും. അവിടെ കിടക്കുന്ന എന്തോന്ന് അതെടുത്ത് അപ്പൻ്റെ നെഞ്ചത്തെറിയും. നീ ആരടാ എന്നെ അടിക്കാൻ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൊച്ചു പറഞ്ഞതാ, ഞാൻ എന്തോ ഒന്ന് കൊട്ടേഷൻ കൊടുക്കുന്നു. ഒരു പെങ്കൊച്ച് പറയുകയാണ്, എന്നെ ഒന്ന് തൊട്ടു നോക്ക്, ഞാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന്. ഒരു പെന്തിക്കോസാരി കൊച്ചു പറയുക. അപ്പം ഇവൾക്ക് ആരോടാ കൂടുതൽ ബന്ധം? പിയായിനോടാ. പാട്ടുപാടും, ഹല്ലേലൂയ പറയും, പക്ഷേ മനസ്സ് മൊത്തം അവിടെ അപ്പുറത്തവനെ കോഴിക്കൂട്ടില്ല. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. സ്വത്രം. എന്തിനാ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത്? അപ്പാ, മാന്യമായിട്ട് മര്യാദയ്ക്ക് ഞാൻ പറയുക, എനിക്ക് അവനെ വേണം, എനിക്ക് കല്യാണം കഴിച്ചു തരണം. സ്വത്രം. എത്ര പിള്ളേർ പറയും? പറയുമോ? ഇതിനകത്ത് ഉറപ്പുള്ളതാണെ പറയും. എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയുടെ തല കുനിപ്പിച്ചിട്ട് എനിക്ക് ഒരുത്തനെ വേണ്ട. സ്വത്രം.
ഈ തലമുറ വഷളത്തം നിറഞ്ഞ് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ ദൈവമക്കൾക്കൊരു അപമാനമായി തീരുമ്പോൾ ഓർക്കണം, നിന്റെ അപ്പനും അമ്മയും മാത്രമല്ല നിന്നെ ശപിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും എല്ലാവരും ശപിക്കും. അതുകൊണ്ട് നിന്റെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വന്നതാ. എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ആർക്കും വേദനയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പക്ഷെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പരിപാടി ഇവിടെ നടക്കത്തില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട് ശരിയാണ്, കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോവാ, 4 പേർ അറിഞ്ഞു കൊണ്ടുപോവാ, ഞാനിവിടെ സ്വീകരിച്ചോളാം. സ്വത്രം. ശരിയപ്പാ, സ്വത്രം. ഞാൻ 4 പേർ അറിഞ്ഞ എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നത്. പക്ഷേ അഭിമാനബോധം, ഈ ജാതി സ്പർദ്ധ, ഇതൊക്കെ കയറിയിട്ട് ഈ അമ്മച്ചി അങ്ങോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഒരൊറ്റ ശാപം, എൻ്റെ ഇന്നാളെ സ്വത്രം അവക്കൊരു പണി കൊടുക്കണേ. സ്വത്രം. നമ്മൾ പറയാതിരിക്കുമോ? എത്ര മാതാവായാലും പിതാവായാലും എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയാലും തലമുറ വഴിതെറ്റിയാൽ ഓൺ ദ സ്പോട്ടിൽ പറയത്തില്ലയോ, ശാപം ഇടത്തില്ലയോ? അയ്യോ നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ, മക്കൾക്ക് വിളിച്ച് പാല് കൊടുക്കും. ഞങ്ങൾ അങ്ങനെ അല്ല കേട്ടോ. നാട്ടുകാരും അങ്ങനല്ല. നിങ്ങൾ നല്ല മക്കളാണ്, നിങ്ങൾ നല്ല അമ്മച്ചിമാരാ, മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനല്ല. കല്യാണം കഴിച്ച് വിട്ടാൽ പോലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മ അകത്ത് പറയും അവൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, പുറത്ത് മക്കളെ അനുഗ്രഹിക്കും. ശരിയല്ലേ? ഒരല്ലേ പറയെങ്കിൽ പറഞ്ഞോ. അപ്പം ബ്ലെസ്സിങ്ങിനകത്ത് എന്തൊക്കെ ഉണ്ട്? അനുഗ്രഹവും ഉണ്ട്, ശാപവും ഉണ്ട്. സ്വത്രം. അപ്പം എന്തായിരിക്കണം നമുക്ക് വേണ്ടത്? നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥമാകണമെങ്കിൽ എന്തു വേണം? ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം വേണം. സ്വത്രം. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം വേണം. ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ചില കാലങ്ങൾ കഴിയുമ്പോൾ അന്ന് ശപിച്ച ശാപം നമ്മെ പിൻപറ്റും, നമ്മുടെ ജീവിതം തകർന്നടിയും. അത് വരാതെ ഇരിക്കാനാണ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവത്തോടറിയിക്കുക. അവൻ അത് നിനക്ക് തരും എന്ന് പറഞ്ഞത്. അങ്ങനെ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നില്ല്. നീ ചോദിക്കുന്നത് എന്തോ അതിന്റെ 1000 മടങ്ങ് തന്ന് ദൈവം നിന്നെ നിറയ്ക്കും. നീ ചെല്ലുന്നിടത്തെല്ലാം ഒരനുഗ്രഹമായി നീ മാറും. സ്വത്രം. നീ ആരോ ആയിക്കോ, സുവാൻസോ. അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനോഭാവം നിന്റെ അകത്ത് വന്നാലേ പൂർണ്ണ മനസ്സോടെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. സത്യമല്ലേ പറഞ്ഞത്? പൂർണ്ണ മനസ്സോടെ അനുഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താ? സഹിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും. എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അതൊരമ്മ പറയണമെങ്കിൽ, ഒരപ്പൻ പറയണമെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട മക്കളാവണം. സ്വത്രം. ചോക്ലേറ്റ് തിന്നരുതെന്നല്ല, കുഴിമന്തി തിന്നരുതെന്നല്ല, സ്വത്രം. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിൽക്കരുതെന്നല്ല. എവിടെ നിന്നാലും എവിടെ തിന്നാലും എവിടൊക്കെ പോയാലും വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്. അവരെന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതിനൊരിക്കലും ഞാൻ ഭംഗം വരുത്താൻ പാടില്ല എന്നുറച്ച ചിന്താഗതി നിങ്ങളുടെ അകത്തുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒരിക്കലും നിങ്ങളുടെ തലമുറയോർത്ത് നിങ്ങൾ കരയേണ്ടി വരത്തില്ല. സ്വത്രം. എന്താ നമ്മൾ വായിച്ചത്? കരുണയുള്ളവനായ ദൈവമോ. സ്വത്രം. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെ മടക്കി വെച്ചോ. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. സ്വത്രം, സ്വത്രം. അപ്പം ഇന്നലകളിൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി നമ്മുടെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ നാം
ജീവിക്കുന്നെങ്കിലും മരിച്ചവനാ, മരിച്ചവളാ. അങ്ങനെ പറഞ്ഞ വല്ല മനസ്സിലാവുമോ? ജീവനുണ്ട്, പക്ഷെ ഒരു ഗുണവും ഇല്ല. സ്വത്രം ആർക്കും ഒരു പ്രയോജനമില്ല. ജീവനുണ്ട്, പക്ഷെ എന്തില്ല? ഒരു സ്നേഹവും ഇല്ല. സ്വത്രം ഒരു കൂട്ടായ്മയില്ല. സ്വത്രം പിന്നെ നീ എന്തിനാ ജീവിക്കുന്നത്? മറ്റുള്ളവർക്കൊരു ശാപമായിട്ട്. സ്വത്രം ഇന്ന് പകൽക്കാലം നാം ഒന്ന് തിരിച്ചറിയണം. ഒരപ്പൻ്റെ കണ്ണുനീര് നമ്മൾ കണ്ടതാ. ദൈവസനെ തന്നെ താഴ്ത്തിക്കൊടുത്ത് വാവിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛാ ഞാനൊരു കാര്യം ഓർത്തു. അച്ഛാ എൻ്റെ മോളെ പോലെ ഒരു മോൾ ഇവിടെ ഉണ്ട്. ദേ ആയിരിക്കുന്ന ചേച്ചിയുടെ മോള് ഇന്ന് ബാംഗ്ലൂരിൽ പഠിക്കുക. ആ കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതെ, ഒരു നല്ല വസ്ത്രം ഉടുക്കാനില്ലാതെ വാവിട്ട് പൊട്ടിക്കരഞ്ഞ സമയങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പലപ്പോഴും കൈമലത്തിന് മക്കളെ ഒന്നുമില്ലടി, എന്നെക്കൊണ്ട് കഴിഞ്ഞത് ഞാൻ ചെയ്തു, ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുക. 5 കുഞ്ഞുങ്ങൾ കോട്ടയത്തും 2 കുഞ്ഞുങ്ങൾ പത്തനംതിട്ടയും 3 കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്തുമുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുഞ്ഞുങ്ങൾ. അവരെല്ലാവരും ഹയസ്റ്റ് മാർക്കോടെ +2 പാസ്സായ കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഈ കുഞ്ഞ് 4 or 5 A+ വാങ്ങിച്ചു. ബാക്കിയുള്ള ആവറേജ് മാർക്ക്. എൻ്റെ 95-96% മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കുഞ്ഞാണ് ആ കോളേജിലെ, ബാംഗ്ലൂരിലെ കനകപുര നേഴ്സിംഗ് കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യെന്ന് പറയുമെങ്കിൽ എനിക്കത് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം ഒരു സമയത്ത് ആ കുഞ്ഞ് വാവിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെക്കൊണ്ട് കഴിയത്തില്ല, എനിക്കൊന്നും എൻ്റെ തലയ്ക്കകത്ത് കയറുന്നില്ല, ഇംഗ്ലീഷ് അല്ലാതെ വേറൊന്നുമില്ല, വേറെ ഭാഷയില്ല. കർണാടകയിൽ തെലുങ്കോ കന്നഡ എന്തോ ഭാഷയാണ്, അതിട്ട് മനസ്സിലാകുന്നുമില്ല. മക്കളെ, കണ്ണുനീരിൽ വിതച്ചാൽ ഒരു കൊയ്ത്തിൻ്റെ അനുഭവം സ്വർഗം നിനക്ക് തരും. ഉപവാസവും പ്രാർത്ഥനയുമായി ദൈവസന്നിധി കരഞ്ഞപ്പോൾ ആ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആകാൻ ആ കുഞ്ഞിനെ ദൈവമാണ് സഹായിച്ചത്. പലപ്പോഴും എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ചാർജ് ചെയ്തതാന്ന് പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലടി, ദൈവത്തോട് പ്രാർത്ഥിക്ക്. എത്രയോ സമയങ്ങളിൽ മൊബൈൽ വിളിക്കാനില്ലാതെ ആ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടെന്നറിയാമോ? പക്ഷേ ആ കണ്ണുനീരിനെല്ലാം മറുപടി സ്വർഗം ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനാ പറയുക? അച്ഛൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴാണ് എനിക്ക് അവളുടെ കാര്യം ഓർമ്മ വന്നത്. കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് കണ്ണുനീരോടെ വിതച്ചവരാരും തോറ്റുപോയിട്ടില്ല സഹോദരങ്ങളെ. ഞാൻ എൻ്റെ മക്കളെ ഓർത്ത് പലപ്പോഴും വാവിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ചെരുപ്പ് തേഞ്ഞിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിവില്ല. കാരണം ചെരുപ്പിനൊക്കെ തോട്ട വീണിട്ട് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുമ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, മക്കളെ നാണമില്ലേടാ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ? ഇതൊക്കെ മതി പപ്പ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരിന്റെ നടുവിൽ സ്വർഗമിറങ്ങി സകലതും സർവവും മതിയാക്കി ദൈവം വാരിക്കൊടുത്തു. ഈ മെസ്സേജ് അനുഭവമാ. ആരെയും പുകഴ്ത്താനോ ആരെയും പൊക്കിപ്പറഞ്ഞ് വലിയവരാണെന്ന് കാണിക്കാനോ അല്ല. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക് സഹോദരങ്ങളെ. ദൈവം പറയുന്ന കേട്ട് അനുസരിക്ക്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. നിന്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞതായിരിക്കും. ആരും നിന്റെ കൂടെ വന്നെന്ന് വരത്തില്ല. പക്ഷേ സർവശക്തൻ നിന്റെ കൂടെ നീ വിശ്വസിച്ചാലുണ്ടല്ലോ, സകലത്തിനും സർവത്തിനും മീതെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ സന്തതി മൂലം നീ ഒരു അനുഗ്രഹമാകും. നിന്റെ കുടുംബത്തിനകത്ത് നിലവിളിയല്ല ഉയരാൻ പോകുന്നത്, സന്തോഷത്തിന്റെ, ആർപ്പിന്റെ, ഉല്ലാസത്തിന്റെ, ജയത്തിന്റെ ഘോഷമുയരും. അതിനാ ദൈവം ഒരല്പം അവധി നിനക്ക് വച്ചിരിക്കുന്നത്. നീ ഒന്ന് ക്രമപ്പെടാൻ, നീ ഒന്ന് ശരിയാവാൻ, നീ ഒന്ന് കർത്താവിന് കൊള്ളാവുന്നതിനും കൊള്ളാവുന്ന മാറാൻ വേണ്ടി. അതിന് നിനക്ക് സമയമില്ല. അതിന് നിനക്ക് സമയമില്ല. ദൈവത്തോട് കൂടെ വസിപ്പാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല, ആലയത്തിൽ പോകാൻ സമയമില്ല. പാസ്റ്റർമാര് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോണം. മിക്കവാറും പാസ്റ്റർമാരെ വീട്ടിൽ വരുത്താറില്ല. എന്ന് വിളിക്കും, സിസ്റ്ററെ വീട്ടിലുണ്ടോ?
വീട്ടിലുണ്ടെങ്കിലും പറയും ഞാൻ ഇവിടെ ഇല്ല, ഞാൻ പുറത്താണെന്ന്. കാരണം വന്നാൽ 100 രൂപ കാശ് കൊടുക്കണമല്ലോ. സ്വത്രം അതറിയാം. അത് പെന്തുക്കോസാർക്ക് വ്യക്തമായി അറിയാം. ഒരു ഉപദേശി വന്നാൽ വണ്ടിക്കൂലി കൊടുക്കണമെന്ന്. അത് കൊടുക്കാൻ മനസ്സില്ലാത്തോണ്ട് പറയുക, ഞാൻ ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞു വാ, നാളെ വാ. അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാറില്ല, ഞാൻ ഇടിച്ചു കയറി അങ്ങ് ചെല്ലും. സ്വത്രം സ്വത്രം. അനീഷ് മാത്രം പറയും, പാസ്റ്ററെ ഒന്ന് വരണേ. സ്വത്രം. അതെപ്പോഴാ? വല്ല സ്വത്താഴ്ച കയ്യിലുള്ളപ്പം. സ്വത്രം. അവിടെ ചെന്നാൽ സോന കാണുമോ, വീട്ടിൽ ആൾ കാണുമോ എന്ന് അറിയാൻ പറ്റുന്ന ഞാൻ അങ്ങോട്ട് പോകാറില്ല അധികം. ബാക്കി എല്ലാ വീട്ടിലും കിട്ടുന്ന സമയത്ത് എല്ലാം കയറി ചെല്ലും. സ്വത്രം. ആരും എന്നെ വെറും കാട് വിട്ടിട്ടുമില്ല. സ്വത്രം. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ഭവനത്തിനകത്ത് ഒരുമിച്ചൊരു പ്രാർത്ഥന വെളിപ്പെട്ടാൽ, സ്വത്രം, ഒരുമിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുന്ന ദൈവദാസോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന്, ദൈവമക്കോട് ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ സമയമുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഭവനം ഒരിക്കലും ശൂന്യമായി പോകത്തില്ല. നമ്മുടെ പിതാക്കന്മാരുണ്ടല്ലോ, അവർ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയെന്ന് എന്തിനാണെന്നറിയാമോ? ദൈവസനി പ്രാർത്ഥിക്കാനാ, കൂട്ടായ്മ വെക്കാനാ, ആരാധന വെക്കാനാ, പ്രാർത്ഥന വെക്കാനാ. കാരണം അവർക്കറിയാം ദൈവദാസന്മാര്, ദൈവമക്കൾ എൻ്റെ വീട്ടിൽ വന്ന അനുഗ്രഹമാ. സ്വത്രം. ഇല്ലാത്ത കള്ളക്കടം വാങ്ങിച്ച്, സ്വത്രം, അന്ന് കഞ്ഞിയും പയറേ ഉള്ളൂ, അത് വച്ചു കൊടുക്കും. ചക്കപ്പുഴുക്കാ കൊടുക്കുന്നത്. അവരെല്ലാം ഇന്ന് ഫ്രൈഡ് റൈസ് ചിക്കനും, കെൻഡക്കി ചിക്കനും, പിന്നെ മട്ടനും, ഉലുത്തിയും കുഴിമന്തിയും എല്ലാം അടിച്ച് കയറ്റിട്ടിപ്പോൾ ഇങ്ങനെ വയറൊക്കെ ബമ്പന്നായിട്ടിപ്പോൾ ശ്വാസം വിടാൻ വയ്യാത്ത പോലായി. നമ്മുടെ അപ്പന്മാരോ ഉണങ്ങി 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 ഉപവാസവും കണ്ണുനീരും പ്രാർത്ഥനയും. 10 മക്കൾ 12 മക്കളിൽ നിന്ന് 2 ഉള്ളു. ഇറച്ചിയുടെ കൊഴുപ്പ് കയറിയിട്ടിപ്പം പറയുന്ന കേൾക്കത്തില്ല. സ്വത്രം. അനുസരിക്കത്തില്ല. എന്ത് പറ്റുമെന്നറിയാമോ? ഈ പണ്ടൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, സമയം പോകുന്നുണ്ട് നിർത്തുക. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. സ്വത്രം. അങ്ങനെ ചത്താലും പന്നിയെപ്പോലെ മേലോട്ട് നോക്കത്തില്ല, താഴോട്ടേ നോക്കൂ. എന്ത് പറ്റുമെന്നറിയാമോ? വഴി കടന്ന് ചതഞ്ഞരഞ്ഞ് ജീവിതം തീരും. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വരാം. സ്വത്രം. ഹബക്കുക്ക് 2:3. നിന്റെ ദർശനത്തിന്, നിന്റെ ആഗ്രഹത്തിൻ്റെ അവധി തീരാൻ കാലമായി. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യോടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. സ്വത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, സ്വത്രം, നോക്കേ, എൻ്റെ മഹത്വം, സങ്കീർത്തനം യെശയ്യാ പ്രവാചകൻ 42:8, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. യെശയ്യാ 4:3 മുതൽ 11 വരെ വായിച്ചാൽ ഇങ്ങനെ കാണിക്കും, എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഒരു ദൈവം ഉണ്ടാകുകയുമില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. സ്വത്രം. ആണോ? എന്താ പറയുന്നത്? എനിക്ക് മുമ്പേ ഒരു ദൈവവും ഇല്ല, ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുമില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. ഇനി വായിച്ചോ പുറപ്പാട് പുസ്തകം 23:20. ഇതാ വഴിയിൽ നിന്നെ കാക്കണം, നിങ്ങളെ അല്ല. സ്വത്രം. അവിടെ ഏകവചനമാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ നിങ്ങളെ എന്ന് പറയാഞ്ഞത്? രക്ഷ വ്യക്തിക്കുള്ളതാ. സ്വത്രം. മാനസാന്തരം വ്യക്തിക്കുള്ളതാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായിട്ടാണ് കർത്താവ് ഓരോരുത്തരെയും വിടുവിക്കുന്നത്. അപ്പം എന്തു വേണം? നീ ആഗ്രഹിക്കണം, നീ അറിയണം, നീ ചെല്ലണം, നീ പറയണം. അല്ലാതെ എൻ്റെ കുടുംബത്തിനകത്ത് 10 അച്ഛന്മാരുണ്ടായിരുന്നു, 10 ഉപദേശിമാരുണ്ടായിരുന്നു, 10 പ്രവാചകന്മാരുണ്ടായിരുന്നു, അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് സ്വർഗത്തിൽ കയറ്റി വിടും എന്ന് പറഞ്ഞ വെറുതെയാ കുഞ്ഞേ. നിൻ്റെ പോക്കറ്റിലെ കാശ് പോവുകയല്ലാതെ നീ സ്വർഗത്തും പോകത്തില്ല, നരകത്തിലും പോകത്തില്ല. ഇല്ലേ, ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ കിടന്ന് അലയും. അത്രയും മാത്രം പറയട്ടെ. അത് വേറൊരു വിഷയമുണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുക്കത്തില്ല. വായിച്ചോ, തീർക്കാം. ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ
അയക്കുന്നു. അതാണ് ഞാൻ നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ഇവിടേക്ക് എന്നെ അയച്ചതാ. വല്ല മനസ്സിലായവർ അല്ലേലേ പറ. സ്വത്രം. ലൈവ് കേൾക്കുന്ന, മെസ്സേജ് കേൾക്കുന്ന കൂടപ്പുറപ്പുള്ള നിങ്ങളോടും പറയട്ടെ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളെ ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ വേണ്ടി കർത്താവ് എന്നെ അയച്ചതാ. ഏറ്റെടുത്താൽ നിങ്ങൾക്ക് വിടുതല. വായിച്ചോ. സ്വത്രം. അലസമായിട്ടല്ല, ശ്രദ്ധിക്കണം. നിനക്ക് മുമ്പേ പോകുന്നവൻ ആരാണെന്ന്. അവൻ ദൈവത്തിന്റെ ദൂതനാ. അങ്ങനെയെങ്കിൽ അവന്റെ വാക്ക് നീ ശ്രദ്ധിച്ച് കേട്ട് അവനോട് മത്സരിക്കരുതെന്ന്. അത് തട്ടിത്തെറിപ്പിച്ച് പോകല്ലേ. സ്വത്രം. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഓരോ ഉളുക്കും, ഇടയ്ക്കൊക്കെ ഓരോ വലിയും, ഇടയ്ക്കൊക്കെ ഓരോ ശ്വാസം മുട്ടലും ഒക്കെ കയറി വരുന്നത്. ദൈവത്തോടും ദൈവജനത്തോടും ദൈവാത്മാവോടും മത്സരിച്ച് മറുതലിച്ച് പോയാൽ കിട്ടും പണി. അതാര് ഒരു ഉപദേശി പ്രാർത്ഥിച്ചാലും മാറത്തില്ല. അങ്ങനെ ഏതെങ്കിലും മാറ്റുന്ന ആളുണ്ടെ ഒന്ന് കൊണ്ടുവന്നിരുന്നത് എനിക്കും ഒന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. സ്വത്രം. മാറത്തില്ല. കാരണം രോഗിക്ക് വൈദ്യനാവശ്യം. പക്ഷെ ദൈവത്തിൻ്റെ കോപമായ രോഗം വന്നാലോ മാറത്തില്ല. അപ്പൊ വായിച്ചോ. സ്വത്രം. ദൈവത്തിന്റെ നാമം ആരിലുണ്ട്? ആ ദൂതനിലുണ്ട്. അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം യാത്ര ചെയ്താൽ സ്വത്രം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിന്റെ മുമ്പിലുള്ള തടസ്സം പറഞ്ഞ് നിന്റെ ഉയർച്ചയ്ക്ക് വിപരീതമായി വാദിച്ചെഴുന്നേറ്റ് നിന്ന് നിന്റെ സന്തതിയുടെ ഭാവിയെ നശിപ്പിച്ച് നിന്റെ കുടുംബത്തെ നന്മയെ ഇല്ലാതാക്കി നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്ത് നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കുമെന്ന് പറഞ്ഞ പിശാച് നിന്നെ തൊടാതെ വണ്ണം ദൂതൻ നിനക്ക് കാവൽ നിൽക്കുമെന്ന്. അതാ സങ്കീർത്തനങ്ങൾ 91:10 എന്ന് പറഞ്ഞത്. ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും ഞാൻ എൻ്റെ ദൂതഗണത്തെ കൊണ്ട് കാവലാക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, നിനക്ക് മുമ്പേ പോകുന്ന ദൂതൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. അവനോട് വിഘടിക്കാതെ അവന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് അത് പ്രകാരം യാത്ര ചെയ്താൽ നിന്റെ മുമ്പിൽ അമോരി, ഹിത്യ, ഫെലിസ്ത്യ ശക്തികളെ, നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന സകല ശത്രുക്കളെ നിന്റെ പാതപിടമാക്കി സ്വർഗം നിനക്ക് ജയം തരും, നിന്റെ സന്തതിക്ക് ജയം തരും, നിന്റെ കുടുംബത്തിന് ജയം തരും. നീ ഒരു അനുഗ്രഹമാകും. ഈ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അപ്പനോട് സമ്മതിക്കുക. അപ്പ, പറ്റിപ്പോയി, തെറ്റിപ്പോയി, നിന്റെ ഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ടപ്പ. നീ തരുന്നത് സന്തോഷത്തോടെ പ്രാപിച്ചുകൊണ്ട് ദേശത്തിന് മുന്നിൽ മഹിമകളുടെ സാക്ഷിയായി നിൽപ്പാൻ എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് അമ്മച്ചി, മാതാവേ, പിതാവേ ഒന്ന് പ്രാർത്ഥിക്കേ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്വർഗം തരാൻ പോകുന്നത് എണ്ണിയാൽ തീരാത്ത നന്മകളാ. പരിശുദ്ധനെ, അത് പ്രാപിക്കുവോളം ഒരു ശത്രു ഞങ്ങളെ ബന്ധിക്കാതെ അങ്ങക്ക് പ്രസാദമുള്ളവരായി, അങ്ങക്ക് പ്രയോജനമുള്ളവരായി അവിടുത്തെ സന്നിധിയിൽ നിൽപ്പാൻ സ്വർഗ്ഗം സഹായിക്കണം. അപ്പച്ചാ, ഞങ്ങളിപ്പോൾ പിരിയുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാ മക്കളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയുടെ സകല അനുഗ്രഹത്തിലും അനുഗ്രഹിക്കുന്നു കർത്താവേ. കാൽവറി ക്രൂശിലെ പുണ്യാഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണം. വീണ്ടെടുപ്പിന്റെ മറുവിലിയായി കർത്താവേ പുണ്യാഗ്രഹം ഞങ്ങൾക്ക് കർത്താവേ നീ നൽകി തന്നെങ്കിൽ അത് അങ്ങയ്ക്ക് മഹത്വമായി ഞങ്ങൾ പ്രാപിക്കണമെന്ന് അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്തങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി വെച്ചിരിക്കുക. സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മ ത്രിയേക